പുതുവർഷത്തിൽ സുവിശേഷ പ്രഘോഷകർ ഉൾപ്പെടെ 17 ക്രൈസ്തവരെ ഉത്തർപ്രദേശ് സർക്കാർ അകാരണമായി ജയിലിൽ അടച്ചതായി റിപ്പോർട്ട്. സംസ്ഥാനത്തെ തീവ്ര ഹിന്ദുത്വ സംഘടനകളെ പ്രീണിപ്പിക്കാനായി മതപരിവർത്തനമടക്കമുള്ള കുറ്റങ്ങൾ പോലീസ് ചുമത്തുന്നത് മൂലം വിശ്വാസം പിന്തുടരാൻ ക്രൈസ്തവർ ഭയക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമമറിവിലാണ് ഉത്തർപ്രദേശിൽ തുടർച്ചയായി ക്രൈസ്തവരെ കള്ളക്കേസിൽ കുടുക്കുന്നത്. പ്രദേശത്തെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ സംഘടിപ്പിക്കുക എന്നതുപോലും വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണെന്ന് ഇന്ത്യൻ മിഷണറി സൊസൈറ്റി അംഗമായ വാരണാസിയിൽ സേവനം ചെയ്യുന്ന ഫാദർ ആനന്ദ് മാത്യു പറഞ്ഞു. മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാ ദിവസവും നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകളെ മതപരിവർത്തനം ലക്ഷ്യം വെച്ച് നടക്കുന്ന സംഗമങ്ങളായി ചിത്രീകരിക്കുന്നത് മൂലം നിരവധി വചനപ്രഘോഷകർ പ്രാർത്ഥനാ കൂട്ടായ്മകൾ തന്നെ ഉപേക്ഷിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അടിസ്ഥാനമില്ലാത്ത ഇത്തരം പ്രചാരണങ്ങൾ തീവ്ര സംഘടനകളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നതെന്നും സാധാരണ ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ ക്രൈസ്തവരെ പറ്റി സംശയമുണ്ടാക്കാൻ അത് കാരണമായി തീരുകയാണെന്നും ഫാദർ ആനന്ദ് മാത്യു പറഞ്ഞു. തീവ്ര ഹിന്ദുത്വ നേതാവ് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിലെ 20 കോടിയോളം വരുന്ന ജനസംഖ്യയിൽ ക്രൈസ്തവർ 0.18%. ഭാരതത്തിൽ ക്രൈസ്തവ വിരുദ്ധ പീഡനം രൂക്ഷമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനമാണ് ഉത്തർപ്രദേശിനുള്ളത്.